നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് മാർച്ച് 27 ലോക നാടക ദിനം. പ്രവാസി ഭാരതിയുടെ ഗൾഫ് രാജ്യത്തുള്ള ശ്രോതാക്കൾക്കറിയാം ലോക നാടക ദിനത്തിൽ പ്രവാസി ഭാരതി എന്തൊക്കെയാണ് പരിപാടികൾ മുൻകാലങ്ങളിൽ ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന്. അബുദാബിയിൽ ആദ്യമായി ഒരു നാടക ഗാനമേള അവതരിപ്പിച്ചത് പ്രവാസി ഭാരതിയാണ്. അതൊരു മാർച്ച് 27 ലോക നാടക ദിനത്തിനാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എങ്ങനെ അത് ഓർക്കാതിരിക്കുമല്ലേ? വളരെ ഗംഭീരമായൊരു പരിപാടിയായിരുന്നു. ഇന്നിപ്പോൾ റേഡിയോയുടെ രൂപത്തിലും ഭാവത്തിലുമൊക്കെ ഒരുപാട് മാറ്റം വന്നു. റേഡിയോ നമ്മളൊരു വിഷ്വൽ റേഡിയോ ആക്കി മാറ്റി. ആ സാഹചര്യത്തിൽ ലോക നാടക ദിനത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും എന്നും ഓർമ്മിക്കുന്ന മലയാളി സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രവാസി ഭാരതി വിഷ്വൽ റേഡിയോ ഒരു പുതിയ പരിപാടി ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഒരു അഭിമുഖമാണ്. അഭിമുഖത്തിന് ഞങ്ങളുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ പ്രകാശ് പ്രഭാകർ. 99 വെള്ളപ്പൊക്കത്തിൽ ഞാൻ വലിയ പള്ളിയുടെ കുടുംബയ്ക്ക് കുരിശുറപ്പിക്കുകയായിരുന്നു. അവളും പിള്ളേരും അക്കരെ ഒരു കൊതുമ്പ് വെള്ളത്തിൽ കയറി അപ്പച്ചൻ കുരിശുറപ്പിക്കുന്ന കാണാൻ അവളും പിള്ളേരും ഇങ്ങോട്ട് തുഴഞ്ഞു. കലങ്ങി മറിയുന്ന ആ മലവെള്ളം. പക്ഷേ ആ വെള്ളം ഇക്കരെ എത്തിയില്ല. അടുത്ത കൊല്ലം വരുമായിരിക്കും. മണിമലയാറ് ഇപ്പോഴും ഒഴുകുക. അടുത്ത കൊല്ലം വരുമായിരിക്കും. അദ്ദേഹം ഒരു റേഡിയോ പ്രക്ഷേപകനാണ്, ടെലിവിഷൻ ആർട്ടിസ്റ്റാണ്, അറിയപ്പെടുന്നൊരു നാടക നടനാണ്, എഴുത്തുകാരനാണ്, സംവിധായകനാണ്. വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളി നാടക പ്രവർത്തകർക്ക് പരിചിതനായ ശ്രീ പ്രകാശ് പ്രഭാകരനെ ഇന്ന് ലോക നാടക ദിനത്തിൽ കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചറിയാനായി പ്രവാസി ഭാരതി ക്ഷണിച്ചിരിക്കുകയാണ്. എല്ലാ മലയാളി ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും വേണ്ടി അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. നമസ്കാരം. പ്രകാശിനെ ഞാൻ എങ്ങനെയാണ് പരിചയപ്പെടുത്തേണ്ടത് ഞാൻ ആലോചിക്കുകയാണ്. നിങ്ങളൊരു അറിയപ്പെടുന്ന നടനാണ്, എഴുത്തുകാരനാണ്, പ്രക്ഷേപകനാണ്, അതിലുപരി സർക്കാർ ഉദ്യോഗസ്ഥനാണ് അല്ലേ? വളരെ ഉയർന്ന പൊസിഷനിൽ, അതായത് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ സ്റ്റേറ്റ് ഫിനാൻസ് മാനേജറായി ജോലി നോക്കുന്ന ആളാണ്. സർവോപരി എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് അല്ലേ? പ്രേക്ഷകരുടെ അറിവിലേക്കായി പറയണം, പ്രകാശനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് BCom സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ? അങ്ങനെയാണ് ഞങ്ങളെ തുടക്കം. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഒരു നടനായി മാറുകയും ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു നാടകം ഞാൻ കാണാനിടയായി. NN പിള്ളയുടെ വളരെ പ്രസിദ്ധമായൊരു നാടകം കുടുംബയോഗം. അസാധ്യമായിട്ട് നിങ്ങൾ വേദിയിൽ അവതരിപ്പിച്ചു. അന്നാണ് വാസ്തവത്തിൽ പ്രകാശ് ഇത്രയും വലിയൊരു നടനാണെന്ന് ഞാൻ അറിഞ്ഞത്. അതിനിടയ്ക്ക് തന്നെ നിങ്ങൾ ഒരുപാട് സംഭാവനകൾ, സർവകലാശാല തലത്തിൽ നടനായിരുന്നു, അതോടൊപ്പം ടെലിഫിലിം സംവിധാനം ചെയ്തു, സംസ്ഥാന അവാർഡുകൾ ലഭിച്ചു ഇല്ലേ? അപ്പോൾ ഇപ്പോഴും വളരെ കലാരംഗത്ത് വളരെ സജീവമായി വ്യത്യസ്ത മേഖലകളിൽ നിങ്ങൾ പ്രവർത്തിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നു അല്ലേ? അതിൻ്റെ തുടക്കം എങ്ങനെയാണെന്നൊക്കെയാണ് സാധാരണ എല്ലാവരും ചോദിക്കുന്നത്. പക്ഷെ ഞാൻ അവിടെ നല്ല തുടങ്ങുന്നത് നാടകത്തിന് മുമ്പ് ചില മേഖലകളിൽ കൈവച്ചിരുന്നല്ലോ. കഥാപ്രസംഗം, അതോടൊപ്പം ആരും കൈവയ്ക്കാത്ത ഓട്ടം തുള്ളൽ അല്ലേ, ചാക്യാർകൂത്ത് അല്ലേ? എങ്ങനെയായിരുന്നു അതിലേക്കൊക്കെ കടന്നു വരാനുള്ളൊരു സാഹചര്യം? എത്രാമത്തെ വയസ്സ് മുതലാണ് ഈ കലാരംഗത്തൊരു താല്പര്യം? ഞാൻ ഹൈസ്കൂൾ വരെ പഠിച്ചത് മോഡൽ സ്കൂളിലാണ്, തിരുവനന്തപുരത്തെ മോഡൽ സ്കൂളിൽ. നഴ്സറി മുതൽ അവിടെ തന്നെയാണ് പഠിച്ചതെല്ലാം. ഹൈസ്കൂൾ കഴിഞ്ഞപ്പോൾ 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മുടെ താമസം അമ്മ മാധവരാസം ഹൈസ്കൂൾ തുണ്ടത്തിലായിരുന്നു. എൻ്റെ അമ്മ അവിടെ ഹെഡ് മാഷായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ഒരു സൗകര്യം നോക്കി ഞങ്ങൾ കുറച്ച് ദിവസം അങ്ങോട്ടേക്ക് വീട് മാറി, ശ്രീകാര്യം കരിമൺ ഭാഗത്തേക്ക്. മാധവരാസം ഹൈസ്കൂളിലാണ് എൻ്റെ 8ാം ക്ലാസ്സിന് ശേഷം ഞാൻ അവിടെയാണ് പഠിക്കുന്നത്. അവിടെ നിന്നാണ് കലാപ്രവർത്തനം ശരിക്കും സജീവമായി ഞാൻ രംഗത്ത് വന്നത്. അവിടെ ഈ പറഞ്ഞതുപോലെ ഒരു നാടകം ആദ്യം സ്കൂൾ തലത്തിൽ എല്ലാവരും കൂടി റെഡിയാക്കി എടുത്തിട്ട് ഞാൻ എന്നോടും കൂടെ ചെയ്യാൻ പറഞ്ഞു. സ്കൂൾ വാർഷികത്തിന് അങ്ങനെ ഒരു ചെറിയ നാടകം ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടെ സബർമതി ദൂരെയാണെന്നൊരു നാടകം, അവിടുത്തെ ശങ്കരപ്പിള്ള, അത് അവിടുത്തെ സ്കൂൾ ഫെസ്റ്റിവലിന് എല്ലാവർക്കും ഒന്ന് ഏറെക്കുറെ എല്ലാ നാടക നടന്മാരുടെ ആദ്യ നാടകം പക്ഷേ സബർമതി. അപ്പോൾ സ്കൂൾ തലങ്ങളിൽ ഏറ്റവും കൂടുതൽ കളിച്ചൊരു നാടകമാണ്. അപ്പോൾ അങ്ങനെ ആ നാടകം കളിച്ചപ്പോൾ എനിക്ക് അതിനകത്തൊരു ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി സ്കൂളിൽ. അതാണ് ശരിക്കും പിന്നെ എനിക്കൊരു ഇൻസ്പിറേഷൻ ആയത്, പ്രചോദനമായി മാറിയത്. പിന്നെ നാടകം ഞാൻ കൂടുതൽ സീരിയസ് ആയി കാണാനും പിന്നെ എൻ്റെ ഒരു നാടക കലാകാരനായി അവിടെ അറിയപ്പെടാനും അവിടെ ഞാൻ പഠിച്ചിരുന്ന ട്യൂട്ടോറിയലിലൊക്കെ നാടകം ഉണ്ടെങ്കിൽ അതിനകത്ത് പ്രകാശ് വേണം എന്ന് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യുന്ന ഓരോരുത്തരും റെക്കമെൻഡ് ചെയ്യും. പ്രകാശോടെ വേണം, അധ്യാപകൻ പറയും. അങ്ങനെ നമ്മുടെ ഒരു ലോക്കൽ സെലിബ്രിറ്റിയായി, ഒരു കുഞ്ഞു സെലിബ്രിറ്റിയായി അവിടെ അങ്ങനെ വിരാജിക്കുന്ന സമയത്ത്
ആണ് മാമൻ, എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠൻ, തുണ്ടത്തിൽ സുകുമാരൻ നായർ സാർ, ഇപ്പം മരണപ്പെട്ടു പോയി. അറിയപ്പെടുന്ന ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. ഈ കവിത എഴുതും, പാട്ടുകൾ, നാടകം എഴുതും, നാടകം സംവിധാനം ചെയ്യും, അഭിനയിക്കും, നന്നായിട്ട് വരയ്ക്കും. അന്ന് അദ്ദേഹം ഒരു ഓട്ടംതുള്ളൽ വർഷം മുമ്പ് എഴുതി വെച്ചിരുന്നു. ഇത് ആരെങ്കിലും കൊണ്ടൊന്ന് കളിപ്പിക്കണമെന്നൊരു താല്പര്യം സാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ സ്കൂളിൽ ഈ ഒരു ഓട്ടംതുള്ളൽ അതൊക്കെ ചെയ്യാമോ എന്ന് എന്നോട് ചോദിക്കുന്നു. ഒരു അഭിനയ ഓട്ടംതുള്ളലാണ്, ആനുകാലിക വിഷയങ്ങൾ വെച്ചുകൊണ്ടൊരു. അങ്ങനെ ഞാൻ പറഞ്ഞു ഹാസ്യം ആക്ഷേപഹാസ്യം സെറ്റർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിതുവരെ കളിച്ചിട്ടില്ല, എന്നാലും നോക്കാം, ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഓട്ടംതുള്ളൽ രംഗത്ത് ഒന്ന് പരീക്ഷിക്കപ്പെടുന്നത്. ആദ്യം സ്കൂളിൽ ഇതുപോലെ ആനിവേഴ്സറി അവിടെ തന്നെ തുണ്ടത്തിൽ ശശികുമാർ എന്ന് പറയുന്ന അവിടെ പുള്ളിക്കാരൻ ഈ നാടകകലാകാരനും ഡാൻസ് അദ്ദേഹം കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ശശിയേട്ടൻ എന്നെ വിളിച്ചിട്ട് 1-2 മുദ്രകളൊക്കെ കളിക്കുമ്പോൾ ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ചൊരു സ്റ്റെപ്പുകളൊക്കെ ഒന്ന് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ അവിടെ ആനിവേഴ്സറി കളിച്ചപ്പോൾ അത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല അത്ര നന്നാവുന്നു. ആദ്യമായിട്ട് കളിക്കുന്ന വളരെയധികം ഇഷ്ടപ്പെടുകയും പിന്നെ സ്കൂളിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും പ്രകാശിൻ്റെ ഓട്ടംതുള്ളൽ വേണം എന്ന് ടീച്ചേഴ്സ് അല്ലെങ്കിൽ PTA മീറ്റിങ്ങിൽ പറയുന്ന അവസ്ഥയായി. അങ്ങനെയാണ് പിന്നെ ഈ ഓട്ടംതുള്ളൽ എന്ന ഒരു കലയിലേക്ക് ഞാൻ സജീവമാകുന്നു. പിന്നെ സ്കൂൾ ഫെസ്റ്റിവലിന്, യൂത്ത് ഫെസ്റ്റിവലിന് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പുരാണ കഥകൾ തന്നെ കളിക്കണമെന്നുണ്ട്. എന്നാലേ അവിടെ മത്സരത്തിന് പരിഗണി. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ അമ്മ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. അപ്പം അമ്മയാണ് ഈ രുക്മിണി സ്വയംവരം കളിക്കാം എന്ന് എന്നോട് പറയുകയും അങ്ങനെ ജില്ലാതലത്തിൽ രുക്മിണി സ്വയംവരം ഓട്ടംതുള്ളൽ കളിച്ചപ്പോൾ A ഗ്രേഡ് ഫസ്റ്റ് കിട്ടി. എന്നെ അത്ഭുതപ്പെടുത്തി എനിക്ക്. ചെറിയ മുദ്രകളൊക്കെ ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോയി അതൊക്കെ എടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ച് അറിയാവുന്ന സ്റ്റെപ്പുകളൊക്കെ കാണിച്ച്. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് അവിടെ ഫസ്റ്റ് പ്രൈസ് കിട്ടി. A ഗ്രേഡ് 5 പോയിന്റ്. അന്ന് അങ്ങനെയാണ്. B ഗ്രേഡ് 3 പോയിന്റ്. അങ്ങനെയാണല്ലോ. അങ്ങനെ സംസ്ഥാനതല ഫെസ്റ്റിവലിന് എന്നെ സെലക്ട് ചെയ്തു. കോഴിക്കോട് മാനാഞ്ചിറ മൈതാനം, അവിടെയാണ് ഈ സംസ്ഥാന കലോത്സവം നടക്കുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ സ്കൂളിനെ റെപ്രസെൻ്റ് ചെയ്ത് പോകാൻ അന്ന് തുണ്ട സ്കൂളിൽ. അപ്പോൾ ഹെഡ് മാസ്റ്റർ കൂടെ എൻ്റെ മാമൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അഭിനയ ഓട്ടംതുള്ളൽ അവിടെ കളിക്കാം, അത് ഇത്രയും ഒരു വലിയ വേദിയല്ലേ, അത് തന്നെ കളിച്ചാൽ മതി. ഞാൻ പറഞ്ഞു അത് തന്നെ കളിക്കാം. അങ്ങനെ മാനാഞ്ചിറ മൈതാനത്ത് ഞാൻ ഇത് കളിക്കുകയും ഭയങ്കര രസകരമായി ആസ്വദിക്കുകയും. പക്ഷേ അഭിനയ ഓട്ടംതുള്ളൽ ആയിരുന്നിട്ട് കൂടിയും അവരെന്നെ ഒരു 3rd പ്രൈസ് തന്ന് പ്രോത്സാഹിപ്പിക്കുകയും. സാധാരണഗതിയിൽ പാടില്ല തന്നെ വേണമെന്ന് അവരുടെ പ്രോട്ടോകോൾ ഉണ്ട്, അവരുടെ കണ്ടീഷൻസിലുണ്ട്. അപ്പോൾ അത് ഞാനത് ചെയ്ത് തന്നെ അവർക്ക് എനിക്ക് 3rd പ്രൈസ് എന്ന് തന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് അതെനിക്കൊരു വല്ലാത്ത പ്രോത്സാഹനമായിരുന്നു. സംസ്ഥാന അവാർഡ് ജേതാവെന്നൊരു ഒരു പേര് കൂടെ കിട്ടിയല്ലോ. അത് എത്രാം ക്ലാസ് പഠിക്കുമ്പോഴാണ്? 10ാം ക്ലാസ്സിൽ. അതിൻ്റെ സ്കൂൾ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പറ്റുന്ന അവസാന വർഷമായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ പരിസര പ്രദേശങ്ങളിലൊക്കെ കളിക്കാൻ തുടങ്ങി. അവിടുത്തെ ഉത്സവപ്പറമ്പുകളിലും പിന്നെ ഏതെങ്കിലും വായനശാലകളൊക്കെ വരുമ്പോൾ എന്നെ വിളിക്കും, ഒരു ഓട്ടംതുള്ളൽ കളിക്കണം, ഒരു തുള്ളൽക്കാരൻ. അപ്പോൾ പുതിയ കഥ രൂപപ്പെടുത്തുന്നുണ്ടോ? ഇല്ല, പുതിയ കഥ ഞാൻ അഭിനയ അന്ന് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഓട്ടംതുള്ളൽ ഓരോ കാലത്തും സമകാലികമായ ഓർമ്മയുണ്ട്. പ്രീ ഡിഗ്രി ബോർഡ് സമരം വന്നു. അപ്പോൾ പ്രീ ഡിഗ്രി ബോർഡ് സമരം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കഥ എഴുതി. ഓർമ്മയുണ്ടോ അതിൻ്റെ 2 വരി? അല്ല, അന്നത്തെ അതിനകത്ത് ഈ ഉത്സവപ്പറമ്പിൽ കളിച്ചിരുന്ന പ്രധാനമായിട്ട് ഈ ആക്ഷേപഹാസ്യത്തിൽ അന്നത്തെ കോളേജിലെ പിന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും, ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ ഒരു വസ്ത്രധാരണത്തെക്കുറിച്ചും അവരുടെ പഠിക്കുന്ന രീതികളെക്കുറിച്ചും ഒക്കെയായിരുന്നു രസകരമായി പോയിക്കൊണ്ടിരുന്നത്. വിദ്യാഭ്യാസം പോയി മറഞ്ഞു, വിദ്യാഭാസം വന്നു നിറഞ്ഞു, വിദ്യാർത്ഥികളുടെ രീതികൾ മാറി, ഈ അധ്യാപകരും അതങ്ങനെ തന്നെ. ഈ വിധത്തിൽ ആണ് അതിൻ്റെ വരികൾ പോകുന്നത്. ചളപടയുലയും കാലുറയിട്ടും ഇളിവര നീണ്ടൊരു ഷർട്ട് ധരിച്ചും കളിയും ചിരിയും കൃത്രിമ നടയും ചകരിത്തലകളും ഒക്കെ കണ്ടാൽ ആണോ പെണ്ണോ എന്നറിവാൻ എഴുതാണോ എന്നോർക്കുക നിങ്ങൾ. നാളം പെണ്ണിനുമില്ലൊരു തെല്ലും ഈ കാലത്തിൻ്റെ വിശേഷം തന്നെ. ഇങ്ങനെ പിന്നെ ആൺകുട്ടികളെ പെൺകുട്ടികളെ അപ്പം ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആർത്ത് വിളിക്കുന്ന കോളേജൊക്കെ. അങ്ങനെ ഉത്സവപ്പറമ്പുകൾ ഇതൊക്കെയാണ് ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഓട്ടംതുള്ളലിന് വേണ്ടുന്ന ബാക്കി പക്കമേളവും എല്ലാം ഉണ്ട്. ഓട്ടംതുള്ളലിന് ആവശ്യമായിട്ടുള്ള പക്കമേളവും എല്ലാം അതുകൊണ്ട് മൃദംഗവും
പിന്നെ കീബോർഡ്, പിന്നെ ഇതാണ് പ്രധാനം. അത് രണ്ടും കൊണ്ട് തന്നെ നമ്മുടെ ആ കോസ്റ്റ്യൂംസ് എല്ലാം അതുപോലെ തന്നെ, അതാണ് ട്രഡീഷണൽ തന്നെ. അതാണ് ട്രഡീഷണൽ. ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഞാൻ കളിച്ചു, ഓട്ടംതുള്ളൽ കളിച്ചു. അത് ശരി, കളിച്ചു. അങ്ങനെ പിന്നെ എന്നെ ഒരു തുള്ളൽക്കാരനാക്കി മാറ്റി. പിന്നീട് ഈ ചാക്യാർ കൂത്തിലേക്ക് വന്നില്ലേ? അതെ, പിന്നീട് ഞാൻ വലിയശാലയാണ് എൻ്റെ സ്ഥലം. ഞാൻ ജനിച്ചു വളർന്നത്, എൻ്റെ ബേസ് വലിയശാലയാണ്. അപ്പോൾ അതിനടുത്താണ് ഈ മാർഗി കഥകളി സ്ഥാപനം. അപ്പോൾ അവിടെ എല്ലാ വെള്ളിയാഴ്ചയും ഈ ചാക്യാർ കൂത്ത് അല്ലെങ്കിൽ കഥകളി അല്ലെങ്കിൽ പാടകം ഇങ്ങനെ ഏതെങ്കിലും കലാരൂപങ്ങൾ ഡെമോൺസ്ട്രേഷൻ പോലെ ഇങ്ങനെ ഉണ്ടാവും, ഡെമോ ചെയ്യും. അപ്പോൾ ഞാൻ എപ്പോഴും വൈകുന്നേരങ്ങളിൽ വെള്ളിയാഴ്ച അവിടെ പോയി ഇരുന്ന് കാണും, ചാക്യാർ കൂത്ത് കാണും. അപ്പോൾ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ജ്യേഷ്ഠ സുഹൃത്തിൻ്റെ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടു. അദ്ദേഹം വിഴാവ് വായിക്കുന്ന, മനോഹരമായി വിഴാവ് വായിക്കും, കൂത്തും ചെയ്യും. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു ചാക്യാർ കൂത്ത് ഒന്ന് പഠിപ്പിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അവിടുത്തെ ഉത്സവപ്പറമ്പിൽ കളിക്കാനാണ്. അപ്പോൾ കാവിൽ ദേവി ക്ഷേത്രം, അവിടുത്തെ ഉത്സവത്തിന് എൻ്റെ എല്ലാ വർഷവും എൻ്റെ ഒരു പ്രോഗ്രാം അവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇത്തവണ ചാക്യാർ കൂത്ത് കളിക്കുന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ ചെയ്യാൻ പിന്നെന്താ. അങ്ങനെ അങ്കദൂത്, ബാലിയുടെ പുത്രൻ അങ്കദനെ രാവണൻ്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കുകയും സീതാദേവിയെ മോചിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തൊരു ഭാഗം. അത് ചെയ്യാം എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യാം. അങ്ങനെ ചാക്യാർ കൂത്ത്, അതിനകത്ത് ഈ സംസ്കൃത ശ്ലോകങ്ങളൊക്കെ, അതെ, അങ്കദാഗച്ഛതു ബുദ്ധിദാനനിപുണ പുത്രോംഗദോ ബാലിന, ഇങ്ങനെ തുടങ്ങുന്ന സംസ്കൃത ശ്ലോകവും അതിനനുസൃതമായിട്ട് അതിൻ്റെ മലയാളത്തിൽ വിവർത്തനമൊക്കെ ആയിട്ട് ആക്ഷേപഹാസ്യം കൂടെയാണ്. അപ്പോൾ അത് ഞാൻ പഠിച്ചെടുത്ത് ഉത്സവപ്പറമ്പിൽ കളിച്ചു. അത് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് വിജയമായിരുന്നു. നമ്മൾ ഈ കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ എപ്പോഴും ഏത് കലാരൂപമായാലും സദസ്സിൻ്റെ കയ്യിലെടുക്കുക എന്നുള്ളത് അതെന്തുകൊണ്ടോ ചിലപ്പോൾ ഒക്കെ എനിക്ക് ദൈവാനുഗ്രഹം പോലെ സാധിക്കാറുണ്ട്. അത് കാരണം പിന്നെ എൻ്റെ ഒരു ആസ്ഥാന വിളി എന്നെ ചാക്യാരെന്നായി. അത് ശരി, തുള്ളലിൽ മാറി ചാക്യാർ കൂത്ത്. പിന്നെ പല വേദികളിലും പിന്നെ ചാക്യാർ കൂത്തും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ നാടകത്തിലേക്കുള്ള വരവ് കോളേജിൽ നിന്നാണോ? കോളേജിൽ നിന്നാണ്. സ്കൂൾ തലത്തിൽ അത് പറഞ്ഞല്ലോ. അവിടെ നിന്ന് കോളേജിലേക്ക് വന്നു. കോളേജിലേക്ക് വന്നെങ്കിലും ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലല്ല പഠിച്ചെങ്കിലും എൻ്റെ സൗഹൃദം മുഴുവൻ യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ടായിരുന്നു. അന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റും എൻ്റെ ആ ഭാഗത്തും അതുപോലെ പുറത്തൊരു ക്യാൻറ്റീനുണ്ട്. ഈ ക്യാൻറ്റീൻ ഭാഗത്തുമാണ് കൂടുതലും വൈകുന്നേരങ്ങളിൽ നമ്മൾ ഒന്നിച്ചു ചേരുന്നത്. അപ്പോൾ ഇന്നത്തെ മലയാള സിനിമയിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട അലൻസിയർ, പിന്നെ നിസ്താർ അഹമ്മദ് സേട്ട്, അതുപോലെ ജോബി, ഇവരുമായിട്ടൊക്കെ നമുക്ക് വലിയ സൗഹൃദം അന്ന് മുതലേ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ഇവിടെ നമ്മൾ അന്ന് യൂണിവേഴ്സിറ്റി കോളേജ് കേന്ദ്രമാക്കി ഒരു നാടകം പ്ലാൻ ചെയ്തിരുന്നു, ഗാന്ധി എന്ന് പറഞ്ഞിട്ടൊരു നാടകം. അന്ന് ഈ ഉണ്ണി ബാലകൃഷ്ണൻ ജേർണലിസ്റ്റ്, പിന്നെ അദ്ദേഹത്തിൻ്റെ അനിയൻ വേണു ബാലകൃഷ്ണൻ. വേണു നന്നായിട്ട് എഴുതും. വേണു സ്ക്രിപ്റ്റ് എഴുതി ഉണ്ണി ബാലകൃഷ്ണൻ സംവിധാനം ചെയ്തിട്ട് ഗാന്ധി എന്ന് പറയുന്ന നാടകം. അന്ന് ചെറിയ നാടകമാണോ? വലിയ നാടകം, ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു നാടകം. വളരെ വിപുലമായിട്ടാണ് അത് പ്ലാൻ ചെയ്തത്. അലൻസിയർ എന്ന് പറയുന്ന നടൻ, അദ്ദേഹമാണ് അന്ന് ഗാന്ധിയുടെ വേഷം ചെയ്യുന്നതും, പിന്നെ നിസ്താർ പട്ടേലിൻ്റെ വേഷവും, ഞാൻ ഗാന്ധിയുടെ ശിഷ്യനായ ഗുരുവിൻ്റെ വേഷവും ഒക്കെ ആയിട്ട് ഒരുപാട് നാൾ അതിൻ്റെ റിഹേഴ്സലൊക്കെ നടന്നു. പക്ഷെ എന്തുകൊണ്ടോ ചില സാങ്കേതിക കാരണങ്ങൾ അത് പിന്നെ സ്റ്റേ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദം അവിടെ വളർന്നു വന്നു. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നാടകത്തിന് എനിക്ക് ഈ കുടുംബയോഗം നാടകമാണ് ചെയ്തുകൊണ്ടിരുന്നത്. 4 തവണ എനിക്ക് അവിടെ ബെസ്റ്റ് ആക്ടർ യൂണിവേഴ്സിറ്റി നാടകോത്സവത്തിൽ 4 തവണ ബെസ്റ്റ് ആക്ടറായിരുന്നു. അപ്പോൾ ഈ കുടുംബയോഗം നാടകമാണ് മിക്കവാറും എല്ലാ തവണയും. അപ്പോൾ ഈ പിന്നെ കോളേജ് യൂണിയനിൽ നാടകത്തിന് അവാർഡ് കിട്ടുന്ന ഏത് കോളേജിനെ പ്രതികരിച്ചാണ്? ലോ അക്കാഡമി, പേരുക്കട അക്കാഡമിയിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ വാസ്തവത്തിൽ ഞാൻ അക്കാഡമിയിൽ ആദ്യം ചേരുന്നതിന് നാടകം കളിക്കാൻ വേണ്ടി മാത്രമുണ്ട്. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൽ എനിക്ക് കലോത്സവത്തിൽ നാടകം കളിക്കണം എന്ന ആഗ്രഹത്തിലാണ് ചേരുന്നത്. പിന്നെയാണ് ഞാൻ പഠിച്ച് LLB എടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആണ് ഞാൻ കുടുംബയോഗം 3 തവണയും കുടുംബയോഗം കളിച്ച് ബെസ്റ്റ് ആക്ടർ കിട്ടുക. അപ്പോൾ ഈ കുടുംബയോഗ നാടകം സെലക്ട് ചെയ്തെന്നതും അതാദ്യം ഡയറക്റ്റ് ചെയ്ത് നോക്കുക. അത് GL NN പിള്ളയുടെ വളരെ പ്രസിദ്ധമായ നാടകമാണല്ലോ. വളരെ പ്രസിദ്ധമായ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഒരു നാടകം ചെയ്യുന്ന ആഗ്രഹം അന്ന് ലാലേട്ട് GL ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. ലാലേട്ടനോട് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് ഈ നാടകം എന്നോട് ചൂസ് ചെയ്തിട്ട് ഈ പുസ്തകം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നീ മേടിച്ചിട്ട് എന്നെ വിളിക്കുന്നു. അങ്ങനെ ഞാൻ ഇവിടെ എല്ലാം പോയി DC ബുക്സ് മറ്റോ അതിൻ്റെ ബുക്സ് കിട്ടി. അങ്ങനെ ഈ കുടുംബയോഗ നാടകം കിട്ടുകയും ഞാൻ ലാലേട്ടനെ പോയി കണ്ട് അദ്ദേഹമാണ് എനിക്കത് ഡയറക്റ്റ് ചെയ്ത് തരുന്നത്. അങ്ങനെ ആ നാടകം ആദ്യമായിട്ട് 2 കഥാപാത്രങ്ങളിലും 2 കഥാപാത്രം. അന്നെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല. കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ നാടക മത്സരം എന്ന് പറഞ്ഞാൽ 30, 35, 40 നാടകം 2-3 ദിവസം
തുടരും. നാടകോത്സവം നടക്കും. അപ്പം അത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ നോക്കി പോകുമ്പോൾ 5-6 നാടകങ്ങളൊക്കെ പിന്നെ കാണാൻ പോലും ആളില്ലാത്തൊരവസ്ഥയിൽ പലപ്പോഴും കാണാറുണ്ട്. നാടകങ്ങളുടെ എണ്ണം കുറവായിരുന്നു. പിന്നെ ഇപ്പോഴും ഈ റീസെൻ്റായിട്ട് എനിക്കറിയില്ല, കുറച്ച് നാൾ മുമ്പ് വരെ നമ്മുടെ 1981 കേരള സർവകലാശാല നാടകോത്സവത്തിൽ നല്ല നടനാണ് ഞാൻ. 81 അത് ശരി നരനക്രം നാടകം. അപ്പോൾ സാറിന് അറിയാം, അന്നൊക്കെ ഒരുപാട് നാടകം. ഞാൻ മത്സരിക്കുന്ന ഈ സമയത്ത് 46 നാടകം ഉണ്ടായിരുന്നു അതേപോലെ മത്സരിക്കും. അപ്പം അന്ന് ബെസ്റ്റ് ആക്ടർ കിട്ടി, പത്രത്തിൽ ഫോട്ടോയൊക്കെ വന്നു. എനിക്ക് കുറച്ചുകൂടി നമ്മൾ കൈ കേട്ടിരിക്കുന്ന ഫോട്ടോ, പ്രകാശ് നല്ല നടൻ. എനിക്ക് ഭയങ്കര ഒരു ആദ്യമായിട്ട് പത്രത്തിൽ വരുമ്പോൾ നമുക്കൊരു വാർത്തയാകുമ്പോഴേ നമ്മുടെ ആ പ്രായം. അതെ, അന്ന് ഈ പറഞ്ഞ മറ്റ് ചാനലുകളൊക്കെ കുറവാണ്, ദൂരദർശൻ മാത്രമൊക്കെ ഉള്ള സമയമാണില്ല. അപ്പോൾ അങ്ങനെ നാടകത്തിനകത്ത് അവാർഡ് കിട്ടി. അപ്പം പിന്നെ ലാലേട്ടൻ ജീലാൽ പിന്നെ മരണപ്പെട്ടു പോയി. എങ്കിലും ഈ നാടകം ഞാൻ ലാലേട്ടൻ്റെ ആ ഒരു ഓർമ്മയിൽ തന്നെ കണ്ടിന്യൂ കൊണ്ടിരുന്നു, ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഇതിനകത്ത് അന്ന് പിന്നെ അമച്വർ നാടകങ്ങൾ പൊതുവേദികളിലും ഇവിടെ അമച്വർ നാടക മത്സരം ഉണ്ടെങ്കിലും അവിടെ പോകുന്ന ഒരു ശീലം അന്ന് ഈ പറഞ്ഞ നമ്മുടെ കൂട്ടത്തിൽ പലരും സൗപർണിയ സന്തോഷം അടക്കമുള്ള നമ്മുടെ നാടക സുഹൃത്തുക്കളെല്ലാം അവരെല്ലാം ഓരോ നാടകങ്ങളായിട്ട് വരും. അപ്പോൾ ഞങ്ങളൊരു നാടകത്തോടെ പോകും. മത്സരം പരസ്പരം മത്സരിക്കുമെങ്കിലും ഭയങ്കര സൗഹൃദം. അല്ല, അന്ന് ഞാനത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ കാലത്തും അങ്ങനെ തന്നെ അമച്വർ നാടക മത്സരങ്ങളിൽ വളരെ ശക്തമായി നടന്നൊരു കാലഘട്ടം. അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് നിങ്ങൾ ആയിരിക്കാം. ഞങ്ങളൊക്കെ നിൽക്കുന്ന അവസരത്തിൽ വളരെ എല്ലാ ജംഗ്ഷനുകളിലും എല്ലാ ആർട്സ് ക്ലബ്ബുകളും നാടക മത്സരം നടത്തുമായിരുന്നു. 48 സ്ഥലത്ത് നാടകം അഭിനയിച്ചൊരാളാണ് ഞാൻ. ഒരേ നാടകം നരനക്രം, ഒരു സയൻറ്റിസ്റ്റ്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നാടകോത്സവം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഒരുപാട് കലാകാരന്മാരെ വാർത്തെടുക്കുന്നതിൽ അന്നത്തെ ഈ അമച്വർ നാടക മത്സരങ്ങൾ വലിയ പങ്ക് വഹിച്ചു. ഇന്നില്ല, കാണുമ്പോൾ വളരെ വിഷമമാണ്. അന്ന് ഈ നാടകം കളിക്കുമ്പോൾ സാറിന് അറിയാമല്ലോ, നമ്മുടെ കയ്യിലൊന്നും കാശൊന്നും കാണത്തില്ല. ഉള്ള കാശുകൾ പരസ്പരം ഷെയർ ചെയ്തൊക്കെയാണ് പോകുന്നത്. നഷ്ടത്തിലെ നഷ്ടമാണ് അവസാനം. നഷ്ടവും ദാരിദ്ര്യം തന്നെയാണ് അവസാനം. ദാരിദ്ര്യം തന്നെയാണ്. കടം പിന്നെ കടക്കാരനായി മാറുക. പിന്നെ ഈ കടം വീടാനുള്ള ഓട്ടമാണ്. എന്നാലും അടുത്ത പോകും. ഈ കടം വീട്ടിൽ കൊണ്ടിരിക്കുമ്പോഴും അടുത്ത നാടകത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ഞാൻ അങ്ങനെ ഒറ്റയാൻ എന്ന് പറയുന്ന കാവാരത്തിൻ്റെ നാടകം ഒറ്റയാൻ ചെയ്തു. പിന്നെ ആ മനുഷ്യൻ നീതൻ എന്ന് പറയുന്ന നാടകം റജി സൈൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അദ്ദേഹം നമ്മുടെ ബാല്യകാല സുഹൃത്ത്. അദ്ദേഹം ചെറിയ പ്രായത്തിൽ അങ്ങനെ ഒരു നാടകം പുള്ളി ഏറ്റെടുത്ത് VJT ഹാളിൽ നിസ്താർ അഭിനയിച്ചു. സുധാകരൻ ശിവാർത്ഥി എന്ന് പറയുന്ന വളരെ സീനിയറായിട്ട് അദ്ദേഹം അതിനകത്ത് അഭിനയിച്ചു. ഞാനൊക്കെ ആറ്റിങ്ങൽ സാജു, അദ്ദേഹം ഇപ്പോൾ സീനിയർ പറഞ്ഞ സാജു ആറ്റിങ്ങൽ, അവരെല്ലാം നല്ല നടന്മാരായിട്ട് മാറി. നമ്മൾ പിന്നെ ഈ മേഖലയിൽ കൂടുതൽ സജീവമായി തന്നെ ഉള്ളൂ, ഈ ഔദ്യോഗിക ജോലിയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട്. അപ്പോൾ അങ്ങനെ ആ നാടകങ്ങളൊക്കെ ചെയ്ത് പിന്നെ തുടർച്ചയായിട്ട് ഇങ്ങനെ നാടക മത്സര വേദിയിലേക്കൊക്കെ വരുന്നത്. നിരവധി അവാർഡുകൾ ഒരുപാട് എനിക്ക് നാടകരംഗത്ത് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. എനിക്കിനി എടുത്തു ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നമ്മുടെ കോവിഡ് കാലത്ത് എല്ലാ നാടക പ്രവർത്തനങ്ങളും നാടക പ്രവർത്തകരും ഒക്കെ തന്നെ സ്തംഭിച്ചു പോയൊരവസ്ഥ. ആർക്കും ഒന്നും സ്റ്റേജ് ചെയ്യാനോ ഈവൻ അവർക്കൊരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ കഴിയാതിരുന്ന സമയത്ത് നിങ്ങളെന്തൊരു ഇന്നോവേഷൻ ചെയ്തിരുന്നല്ലോ. തീർച്ചയായിട്ടും. അത് നമ്മുടെ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ സുധാകരൻ ശിവാർത്ഥി, അദ്ദേഹം ഇപ്പം മരിച്ചു വരും. അദ്ദേഹം ഇപ്പം പറഞ്ഞു. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അറിയിക്കുന്ന അംഗീകാരം കിട്ടാതെ പോയ ഒരു വലിയ കലാകാരൻ. ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നാടകം. സാധ്യമായ ഒരു പിന്നെ നടനാണ് സുധാകരൻ ശിവാർത്ഥി. 80-82 വയസ്സുള്ളപ്പോഴാണ് നമ്മുടെ കൂടെ നാടകം ചെയ്യുന്ന പുള്ളി. അപ്പോൾ അദ്ദേഹം ഒരു ആത്മകഥ, അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ നടചരിതം എന്ന പേരിൽ എഴുതി വെച്ചിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, പ്രകാശ്, ഈ നാടകം മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒന്ന് സ്റ്റേജ് ചെയ്താൽ കൊള്ളുന്ന ആഗ്രഹം. നാടക രൂപത്തിലാണോ? പൂർണ്ണമായ നാടകത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇപ്പോൾ കോവിഡ് സമയമാണ്, നമുക്കിത് അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് നാടക വായന എന്ന രീതിയിലായാലും മതി എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച നാടക വായന അറിയപ്പെടുന്ന കുറച്ച് നാടകക്കാരെ മാത്രം വിളിച്ച് ഏതെങ്കിലും ഒരു ആളിൻ്റെ മൂട്ടിലിരുന്ന് നമുക്കിൻ്റെ കഥാപാത്രങ്ങൾ എടുത്ത് വായിച്ച് ഇതൊന്ന് വായിച്ച് കേൾക്കണം, ഞാൻ 5 നാടകക്കാരെ കേൾപ്പിക്കണം എന്നൊരാഗ്രഹമാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ ഞാൻ അതിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഞാൻ ഡോക്ടർ എസ് ജനാർദ്ദനൻ, നമ്മുടെ നാടക സംഘവുമായി ബന്ധപ്പെട്ട ഇന്ന് വളരെ അറിയപ്പെടുന്ന ഡയറക്ടറാണ് സീരിയലിൻ്റെയൊക്കെ, അദ്ദേഹത്തോടും പിന്നെ മറ്റ് നമ്മുടെ തന്നെ അഖിലേഷ് എന്ന് പറയുന്ന സീരിയൽ ഡയറക്ടറുണ്ട്, അഖിലേഷ് ചേട്ടനോട്, ഇവരൊക്കെ എല്ലാം യുദ്ധമായിട്ട് ബന്ധമുണ്ട്, ജോബി ചേട്ടൻ, ഞങ്ങളെല്ലാവരും കൂടി ഇത് സീരിയസ് ആയിട്ട് ആലോചിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് ചെയ്യാം, നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് ഇത് അവതരിപ്പിക്കാം. അങ്ങനെ ഡോക്ടർ ജനാർദ്ദനൻ, അഖിലേഷ്, ജോബി, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അമ്പൂട്ടി, ഗ്രേസി, എല്ലാം സീനിയർ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളാണ്. ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് നമുക്കിത് അവതരിപ്പിക്കാമെന്ന് അവർ പറയുകയും, അങ്ങനെ സൂര്യകൃഷ്ണമൂർത്തിയുമായി സംസാരിച്ച് ഞങ്ങൾ ആദ്യം അവിടെ ഈ നാടക വായന, ഇതൊരു റീഡേഴ്സ് ഡ്രാമ
എന്താ പറയുക കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തു. സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് നമ്മൾ ഈ സ്ക്രിപ്റ്റ്, കോസ്റ്റ്യൂംസ് ഇട്ട്, ലൈറ്റ്, പിന്നെ മ്യൂസിക് കമ്പോസ് ചെയ്ത്, മ്യൂസിക് ഉണ്ടായിരുന്നു. വിത്ത് ഫുൾ ആർട്ടിസ്റ്റുകൾ നടന്ന് അഭിനയിക്കുന്നില്ല, തൊട്ടുരുമി അഭിനയിക്കുന്നില്ല എന്ന് നിശ്ചിത അകലം പാലിച്ചു, സർക്കാർ പ്രോട്ടോകോൾ പാലിച്ചു. ഞങ്ങൾ ആദ്യമായിട്ട് ഇത് അവതരിപ്പിച്ചു. എവിടെയായിരുന്നു? ഇവിടെ ഗണേശത്തിൽ അവതരിപ്പിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ആദ്യം ആശങ്ക ഉണ്ടായിരുന്നു, ഇതെങ്ങനെ വായന, നാടക വായനയാണല്ലോ, നാടക വായന എന്നല്ലേ നമുക്ക് പറയാൻ പറ്റൂ, റിഡേഴ്സ് ഡ്രാമ, നാടക വായന. അപ്പോൾ അത് ആളുകൾ എങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കും? കോവിഡ് ആയതുകൊണ്ട് ആളുകളുടെ എണ്ണവും കുറവാണല്ലോ, സാമൂഹ്യകാലം പാലിച്ചാലേ ഇരിക്കാനും പറ്റുള്ളൂ. പരിമിതമായ ഓഡിയൻസ് ആയിരുന്നു. പക്ഷേ അസാധ്യ പെർഫോമൻസ് ആയിരുന്നു എന്നാണ് പിന്നെ നമുക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക്. തുടർന്ന് നമ്മളിത് 4-5 സ്റ്റേജിൽ അവതരിപ്പിക്കുകയും ഏറ്റവും ഒടുവിൽ നമ്മൾ നിയമസഭയുടെ ഹാളിൽ അവിടെ പിന്നെ അവതരിപ്പിക്കാൻ, അവിടെ പുസ്തകമേളയോടനുബന്ധിച്ച് ഒരു വേദി കിട്ടുകയും അതിഗംഭീരമായി ഇത് അവതരിപ്പിക്കാൻ അവസരം കിട്ടുകയും ഏഷ്യാനെറ്റ് അടക്കമുള്ള മുൻ നിര ചാനലുകളൊക്കെ അത് കാണിക്കുകയും ദ്വാരം ശിവാർത്ഥിയെ കൂടുതൽ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള അവസരമായി ഇത് മാറുകയും ചെയ്തു. അപ്പം അത് ഞങ്ങൾ തിരുവനന്തപുരത്തെ നാടക പ്രവർത്തനം സംബന്ധിച്ചും വളരെ കൃതാർത്ഥതയുള്ളൊരു വിഷയമാണ്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സാധനം ചെയ്തു കൊടുക്കാൻ പറ്റിയത് ഞങ്ങളുടെ നാടകപ്രവർത്തകർക്ക് ഒരു വലിയ സന്തോഷം. ഇപ്പോഴും ആലോചിക്കുമ്പോൾ സന്തോഷം തരുന്നത് അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ, തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആത്മകഥ നാടകമാക്കി വേദിയിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ നമുക്ക് നിറഞ്ഞ സദസ്സിൽ അവസാനം അവതരിപ്പിക്കാൻ. അതിൽ ടൈറ്റിൽ ഉണ്ടായിരുന്നു നടചരിതം. നടചരിതത്തിൻ്റെ പേര്. ഒരു നാടകത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന, പരാജയപ്പെട്ടു പോകുന്ന, ഞാനൊരു പരാജിതനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം 2 പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് മേടിച്ചു. കുറേ അടൂർ വർഷം അടക്കമുള്ള വലിയ സംവിധായകരുടെ കൂടെ നാടക സിനിമകളിൽ പണ്ട് കാലത്ത് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ മുൻനിരയിലേക്ക് പുള്ളിയെ കൊണ്ടുവരാൻ ആരും ഇല്ലായിരുന്നു. എപ്പോഴും അങ്ങനെ സൈലൻറ്റ് ചെയ്യപ്പെട്ടു പോയാളാണ്. അപ്പോൾ നാടകരംഗത്ത് അദ്ദേഹം സർക്കാർ ഉദ്യോഗം രാജിവെച്ച് നാടകരംഗത്ത് വന്ന ആളാണ്. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, സിവിൽ സപ്ലൈസിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അതിൽ അവിടെ നിന്ന് ജോലി റിസൈൻ ചെയ്താണ് ഈ മേഖലയ്ക്ക് വന്ന്. എന്നിട്ട് നാടകരംഗത്തും സിനിമയിലും ഒന്നും പുള്ളിക്ക് വേണ്ട വിധത്തിൽ എത്തപ്പെടാൻ സാധിക്കാത്തൊരു വിഷമം പുള്ളിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ നാടക പ്രവർത്തകർ ഒരുക്കി കൊടുത്തൊരു ഗുരുദക്ഷിണ പോലെയാണ് ഞങ്ങൾ ഈ റീഡേഴ്സ് ഡ്രാമ എന്ന കോൺസെപ്റ്റ്. അതൊരു പുതിയ കോൺസെപ്റ്റ്. തീർച്ചയായിട്ടും ഒരു പുതിയ കോൺസെപ്റ്റ്. ഞാൻ പറയുന്നത് ആ കോൺസെപ്റ്റ് പുതിയ നാടകക്കാർ കണ്ടെത്തി ഇനിയും അതുപോലത്തെ വേദികൾ ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഇപ്പോൾ അദ്ദേഹം പോയതുകൊണ്ട് ആ ഒരു നാടകം നിങ്ങൾക്ക് പറ്റില്ലായിരിക്കാം, പക്ഷെ പുതിയ അവതരണങ്ങൾ നമുക്ക് ഇതുപോലുള്ള അവതരണങ്ങൾ ഉണ്ടാകണമെന്നാണ്. അപ്പോൾ കഥാപാത്രങ്ങൾ അതിൻ്റെ ഒരു ഭാവം അനുസരിച്ചാണ് ഞങ്ങൾ അതേ ഇമോഷനോട് കൂടി അത് ആ കോസ്റ്റ്യൂം ഇട്ട്. ഇപ്പോൾ അച്ഛൻ അവിടെ ഇരിക്കുന്നു, അമ്മ ഇവിടെ ഇരിക്കുന്നു, മകൻ ഇവിടെ ഇരിക്കുന്നു, അച്ഛനോട് പറയുന്നത് നമ്മൾ പുറത്ത് നോക്കി പറയുകയാണ്. അതേ കേൾക്കുന്ന ഓഡിയൻസിന് അതേ ഫീൽ കിട്ടും വിത്ത് മ്യൂസിക്, ലൈറ്റ്, ഇമോഷൻസ്. സ്ക്രിപ്റ്റ് ഫ്രണ്ടിരിക്കും, സ്ക്രിപ്റ്റ് നോക്കി വായിക്കുകയാണ്, കാണാൻ പഠിച്ച് പറയുകയാണ്. സ്ക്രിപ്റ്റ് നാടക വായനയാണല്ലോ, അല്ലെങ്കിൽ പിന്നെ വേറെ ഏതാ. ഇപ്പം സ്ക്രിപ്റ്റ് നോക്കിയിട്ട് നമ്മൾ അതുപോലെ ഇമോഷനിൽ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു പുതിയ പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. മറ്റൊന്ന്, താങ്കൾക്ക് ഇപ്പോൾ ലഭിച്ചൊരു സംസ്ഥാന അവാർഡ്, അത് ഏതിനായിരുന്നു? ഫിലിം. അത് ഞാൻ ശരിക്കും ഈ സിനിമാ മോഹം വളരെ എല്ലാ നാടകക്കാരൻ്റെയും ബേസ് അതായിരിക്കുമല്ലോ. അവൻ്റെ അവസാനത്തെ ലക്ഷ്യം സിനിമ എന്ന് പറയുന്ന മേഖലയിൽ എത്തുക എന്നുള്ളതായിരിക്കും. അതുപോലെ എൻ്റെ ആഗ്രഹം അന്നും ഇന്നും എൻ്റെ സ്വപ്നവും എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. അത് പറയുന്നത് യാതൊരു മടിയുമില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ അതിനകത്ത് ഒരു 2 അടി വയ്ക്കുമ്പോൾ ഒരു 1 അടി 3 അടി പുറകോട്ട് പോകും. ഇങ്ങനെ ആയിരുന്നു എൻ്റെ അവസ്ഥ. അപ്പോൾ ഞാൻ പിന്നെ ഒരു ഷോർട്ട് ഫിലിം ആദ്യമായിട്ട് ചെയ്യണം ചോദിച്ചത്. അതിനുമുമ്പ് ഞാനൊരു സിനിമയിലേക്ക് അഭിനയിക്കാൻ ശ്രമം നടത്തി പോയി, അതൊക്കെ പരാജയപ്പെട്ടു പോയി. അതിനുശേഷം ഞാൻ ഈ ഷോർട്ട് ഫിലിം ചെയ്യാൻ സ്വന്തമായിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതി, റെക്കോർഡ് സുന്ദരി എന്നുള്ള പേരിൽ എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ചേർന്ന്, ശശികാന്തൻ, ഞങ്ങളൊരുമിച്ച്. ഇതിനകത്ത് ഒരു എക്സ്പീരിയൻസും ഇല്ല, ഒരു മുൻപരിചയവും ഇല്ല. പക്ഷേ എൻ്റെ സ്ക്രിപ്റ്റായിരുന്നു. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതൊന്നും ഇതിൻ്റെ ഔട്ട് എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണ്ടിന്യൂറ്റി പ്രശ്നവും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കുന്നില്ല പലതും. നമ്മുടെ ഒരു പരിചയക്കുറവിൻ്റെ പ്രശ്നം കൊണ്ട് നല്ലൊരു എമൗണ്ട് അന്ന് നമുക്ക് നഷ്ടപ്പെട്ടു, പോയി കിട്ടി. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് പറ്റുന്ന പണിയല്ല എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിച്ചു. പക്ഷെ 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ മകന് നല്ല കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവനന്ന് ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവനെ സെൻട്രൽ ക്യാരക്ടർ ആക്കിക്കൊണ്ട് 10 രൂപ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം എഴുതി പിന്നെ ഷൂട്ട് ചെയ്തെടുത്തു. 10 രൂപ. അതിന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അവാർഡ് കിട്ടി.
അവാർഡ് കിട്ടും. എത്ര ഡ്യൂറേഷൻ? അത് 5 മിനിറ്റ്. 5 മിനിറ്റ്. ഓക്കെ. കുട്ടികളുടെ ഒരു മോറൽ വിഷയങ്ങൾ സംസാരിക്കുന്ന പിന്നെ ഒരു കഥയാണ്. അപ്പോൾ അതിനൊരു അവാർഡ് കൂടെ കിട്ടിയപ്പോൾ കുറച്ച് അതാണല്ലോ നമ്മുടെ ഒരു ഇൻസ്പയറിംഗ്. ഒരു അവാർഡ് കിട്ടുമ്പോൾ ഈ രംഗത്ത് എനിക്ക് പറ്റും അല്ലേ, നമുക്ക് സ്വയം ബോധ്യം ഉണ്ടാക്കുന്നതാണ് ഈ അവാർഡുകളുടെ മൈൽ സ്റ്റോൺ. അങ്ങനെ രണ്ടാമത് വീണ്ടും സാമൂഹ്യ പാഠം നമുക്ക് സേതുലക്ഷ്മി എന്ന് പറയുന്ന മലയാളത്തിലെ താരം അഭിനയിച്ചിരുന്നു. അങ്ങനെയാണ് പിന്നെ ബാലൻ്റെ ഗ്രാമം എന്ന് പറയുന്ന ടെലിഫിലിമിലേക്ക് വരുന്നത്. അത് വളരെ അവിചാരിതമായി. അതാരുടെ സ്ക്രിപ്റ്റാണ്? അത് ന്യൂസിലാൻഡിൽ റെയിൽവേയിൽ വർക്ക് ചെയ്ത സുനിൽ ചെറിയകുടി എന്ന് പറയുന്ന പെരുമ്പാവൂരാണ്. ഫേസ്ബുക്കിലൂടെയാണ് പരിചയപ്പെട്ടത്. അതെ. അപ്പോൾ അദ്ദേഹം ഇതുപോലെ എന്നോട് യാദൃശ്യമായിട്ട് അദ്ദേഹം നന്നായിട്ട് പുസ്തകം എഴുതും. എൻ്റെ ഒരു പുസ്തകം, എൻ്റെ ഒരു കഥാംശമുള്ളതാണ് ബാലൻ്റെ ഗ്രാമം, അതൊന്ന് വിഷ്വൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാനത് ഉണ്ടാവുമെന്ന് ആലോചിച്ചില്ല, ചെയ്യാമെന്ന് എഗ്രി ചെയ്തു. പക്ഷെ വാക്ക് കൊടുത്തതിന് ശേഷമാണ് എനിക്ക് എൻ്റെ പേടി. കാരണം ആദ്യമായിട്ടൊരു ഔട്ട്സൈഡർ, മറ്റേക്ക് എൻ്റെ ഓൺ പ്രൊഡക്ഷൻ ആയിരുന്നല്ലോ, അത് നഷ്ടപ്പെട്ടാലും ഒന്നും നമുക്ക് പ്രശ്നമില്ല, എന്തെങ്കിലും മോശം വന്നു പോയാലും പ്രശ്നമില്ല, ഞാൻ അറിഞ്ഞാൽ മതിയല്ലോ. ഒരു ഔട്ട്സൈഡ് ഒരാൾ ഒരെണ്ണം ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരവാദിത്വം കൂടും. അപ്പോൾ അത് ഞാൻ ഏറ്റു ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ പുസ്തകമാണ് കിട്ടിയത്. അതിൻ്റെ പുസ്തകം വായിക്കാൻ തന്നു. ഞാൻ വായിച്ചു, കൊള്ളാം, നല്ല ഒരു കഥയായിരുന്നു. അപ്പോൾ ഞാനത് ടെലിഫിലിം ആക്കണമെന്ന് ആഗ്രഹമായിരുന്നു പുള്ളിയുടെ. അപ്പോൾ അത് 1/2 മണിക്കൂർ 29 മിനിറ്റ് ഉണ്ടായിരുന്നു. അതിനെന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് നമ്മുടെ കൂട്ടത്തിലുള്ള അഖിലേഷ് എന്ന് പറയുന്ന പിന്നെ സീരിയൽ പഴയ സിനിമ അസോസിയേറ്റ് ഡയറക്ടർ, ഒരുപാട് സിനിമകളുടെ അസോസിയേറ്റ് ആയിരുന്നു അദ്ദേഹം. അഖിലേഷ് അദ്ദേഹത്തിന് ഞാൻ പുള്ളി പറഞ്ഞു, പ്രകാശ് ധൈര്യമായിട്ട് ഞാൻ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. കാരണം അദ്ദേഹം കൂടെ എന്ന ഒരു ധൈര്യത്തിൽ ഞാനത് ഏറ്റെടുത്തു. സ്ക്രിപ്റ്റാക്കി തിരക്കഥയാക്കി അത് ടെലികാസ്റ്റ് ചെയ്ത കൈരളി ചാനൽ സ്ലോട്ടെടുത്ത് ടെലികാസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് 2017 അത് ചെയ്യുന്നത്. 2017 ന്യൂ ഇയറിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. 2018 അവസാനത്തിലാണ് ഇതിൻ്റെ സംസ്ഥാന അവാർഡ് പ്രഖ്യാപിക്കുന്നത്. അതിനെ ഞാൻ സബ്മിറ്റ് ചെയ്ത കാര്യമേ മറന്നുപോയി. പക്ഷേ ഔചാരികമായി ഞാനിവിടെ നിൽക്കുമ്പോഴാണ് ഏറ്റവും നല്ല ടെലിഫിലിമിനുള്ള സ്റ്റേറ്റ് അവാർഡ് എനിക്കാണെന്ന് അനൗൺസ് ചെയ്ത് ഞാൻ ചാനലിലൂടെ കാണുന്നത്. ഒരു സുഹൃത്ത് വിളിച്ച് പറയുകയാണ്, ഇങ്ങനെ പ്രകാശ് ഇങ്ങനെ ചാനലിൽ കാണിക്കുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. എനിക്കത് ഇപ്പോഴും അതൊരു അങ്ങനെ ഏതൊരാൾക്കുണ്ടാകുന്ന ഒരു ഇൻഫെക്റ്റ് ആകാം അല്ലേ. സ്റ്റേറ്റ് അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതം, വളരെ അതിശയവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷമായിരുന്നു. അപ്പോൾ മാത്രമല്ല ഞാനൊരു പുറത്തൊരാളിന് വേണ്ടി ചെയ്ത അതാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഞാനത്. ആ സമയത്താണ് ഈ നമ്മുടെ മോണിറ്ററി ആയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, ഈ കേന്ദ്ര ഗവൺമെൻറ് നിരവധി പണം 1000 നോട്ടുകൾ സമയം. അപ്പം പെട്ടെന്ന് ഞങ്ങളവിടെ ഷൂട്ട് നടക്കുമ്പോഴാണ് നിരോധനം വരുന്നത്. അത് ശരി. പിന്നെ ആർക്കും പൈസ എനിക്ക് എടുക്കാൻ വയ്യ, കൊടുക്കാൻ വയ്യാത്ത അവസ്ഥയായി. 1000 രൂപയെ കൂടുതൽ വിഡ്രോ ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഇവരെയൊക്കെ സെറ്റിൽ ചെയ്ത് തീർക്കാൻ. ഒരുപാട് ബുദ്ധിമുട്ട്. അങ്ങനെ അതൊരു എത്ര ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു? 3 ദിവസത്തെ ഷൂട്ടാണ്. 3 ദിവസം കണ്ടിന്യൂസ് ഷൂട്ടായിരുന്നു. അപ്പോൾ പക്ഷെ എന്നാലും വലിയ സ്ട്രഗിളായിരുന്നു, സാമ്പത്തികമായും സ്ട്രഗിളായിരുന്നു. കാരണം ബഡ്ജറ്റ് ഒരുപാട് എക്സീഡ് ആയിപ്പോയി. ഞാൻ അദ്ദേഹത്തോട് കമ്മിറ്റ് ചെയ്ത എമൗണ്ട് എക്സീഡായി. അപ്പോൾ പിന്നെ എനിക്കതൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഒരു വലിയ എമൗണ്ടായി. ഞാൻ പുള്ളിയോട് ഞാൻ ഇത്ര രൂപയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞ എൻ്റെ 3 ഇരട്ടിയായി എക്സ്പെൻസ്, പല കാരണങ്ങൾ കൊണ്ട്. പക്ഷേ അദ്ദേഹം ഒരു നല്ല മനുഷ്യനായതുകൊണ്ടായിരിക്കാം. അപ്പോൾ അന്നും ഞാൻ വിചാരിച്ചു ഇനി ഈ മേഖല നമുക്ക് പറ്റില്ല, കാരണം കൈ നഷ്ടം ആണ്, ഇനി ഈ മേഖല പറ്റില്ലെന്ന് തീരുമാനിച്ചു. പക്ഷേ ഞാൻ വളരെ സുതാര്യമായിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന് കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ടാവണം അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് എനിക്കൊന്നു, എത്ര രൂപയായാലും കുഴപ്പമില്ല, ഞാൻ പ്രകാശം തരും, 1 രൂപയും പ്രകാശം നഷ്ടപ്പെടണ്ട എന്ന് പുള്ളി പറഞ്ഞതോടുകൂടി അത് ആ ഒരു ബ്ലോക്ക് മാറി. വീണ്ടും ഡബിൾ അങ്ങനെ വീണ്ടും നമ്മൾ നമുക്ക് അവാർഡ് കിട്ടി. പിന്നെ നമ്മൾ ഷോർട്ട് ഫിലിമിന് പുറമെ ആഡ് ഫിലിംസും കൂടി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു സുഹൃത്ത് റജി സൈൻ ഇൻക്രിയേഷൻ എന്ന് പറയുന്ന മീഡിയ ഡയറക്ടറാണ്. അവൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. നമുക്ക് അവൻ്റെ സ്റ്റുഡിയോ ഒക്കെ ഉപയോഗിക്കാനും ഒക്കെ അവിടെ പോയിരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ നമുക്ക് എപ്പോഴും ഫ്രീ ആയിട്ട് നമ്മുടെ ഓൺ സ്ഥാപനം പോലെ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ പോയിരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്ന അവസ്ഥയുണ്ടായി. പിന്നെ ഞാൻ ഒരുപാട് ആഡ് ഫിലിംസ് ചെയ്യാൻ തുടങ്ങി. ഒരു 30-ലധികം ആഡ് ഫിലിംസ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. പരസ്യ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിംസ് 6 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു തീസിസ് സമർപ്പിച്ചിട്ടുണ്ടല്ലേ, PhD? ഞാൻ PhD ഇപ്പോൾ തീസിസ് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഓപ്പൺ ഡിഫൻസിൻ്റെ ഡേറ്റിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ താമസിയാതെ തന്നെ നമുക്ക് ഡോക്ടർ പ്രകാശ് പ്രഭാകർ എന്ന് വിളിക്കാം.
താങ്ക് യു. വളരെ സന്തോഷം. സാറ് നമുക്കെപ്പോഴും ഈ മേഖലയിൽ പോകുമ്പോൾ നാടകവും സിനിമ എന്ന ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുമ്പോഴും വിദ്യാഭ്യാസം ഒരു പ്രധാന ഘടകം. അതെ അതെ അതെ. ഞാൻ നമ്മുടെ തലമുറകളോടും എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്. വിദ്യാഭ്യാസം എപ്പോഴും നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അത് കളയാതെ തന്നെ എക്സാക്ട്ലി നമ്മൾ പാരലായിട്ട് പല കലാകാരന്മാരും വഴിയിൽ കാലിടറി വീണുപോയതും പല അവസരം. എനിക്ക് ദൈവാനുഗ്രഹം പോലെ ഞാൻ LLBക്ക് ശേഷം ഞാൻ MBA കഴിഞ്ഞു. അതിനുശേഷം ഞാൻ പ്രസ് ക്ലബ് ജേർണലിസം കഴിഞ്ഞു. അതിനുശേഷം ഞാൻ PhD. അപ്പോൾ അതിങ്ങനെ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ദൈവം സഹായിച്ചിങ്ങനെ വൈഫിൻ്റെ ഒക്കെ പ്രോത്സാഹനം അതിനകത്ത് കാര്യമായിട്ടുണ്ട്. അതെങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുന്നു. അതല്ല, എൻ്റെ തുടക്കത്തിൽ നിങ്ങൾ ബികോമിന് പഠിക്കുമ്പോഴാണ് ഞാൻ നിങ്ങളെ ബികോമിന് ഞാൻ പഠിപ്പിച്ചത്. അതൊരു നല്ല ഓർമ്മയുള്ള അത്ര വർഷമായി. അതെ 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 അതെ. ഞാനതാണ് അത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ സാറിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ ജഗദീശ്വരനോട് നന്ദി പറയാം. അല്ല, തീർച്ചയായും ഞാൻ പഠിപ്പിച്ച് ഞാനൊരു സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപകനായിരുന്നില്ല. അതെ അതെ. ഞാൻ ഈ നിങ്ങളുടെ ബികോമിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമേ ഞാൻ പഠിപ്പിക്കുള്ളൂ. മൊത്തത്തിൽ മാത്സ് ഓഫ് ഫിസിക്സ്. പക്ഷെ എനിക്ക് നിങ്ങൾ അന്നേ എനിക്ക് ഓർമ്മയുണ്ട്. അന്നേ നിങ്ങളുടെ ഒരു കലാവാസനയുള്ളതായി ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അത് ഞാനും ഇപ്പോൾ ഈ നാടകങ്ങളും കേട്ട് നടക്കുന്ന സമയമല്ലേ. എന്തായാലും ഇപ്പം നിങ്ങൾ ഞാനിപ്പോൾ അടുത്ത കാലത്തായി പ്രകാശൻ്റെ കാണുന്ന NN പിള്ളയുടെ കുടുംബയോഗം എന്നെ അസാധ്യമായി സ്പർശിച്ചു. ഞാനും എൻ്റെ മകളും കൂടെയാണ് ആ നാടകം കാണാൻ വന്നത്. കാരണം പുതിയ തലമുറ നാടകങ്ങൾ അധികം കണ്ടിട്ടില്ല. അപ്പോൾ അത് വളരെ ടച്ചിങ് ആയിട്ട് തന്നെ, വളരെ ഗംഭീരമായിട്ട് തന്നെ നിങ്ങൾ അന്ന് കൂടെ അഭിനയിച്ചതാരായിരുന്നു അവസാനം? ശൈലജ അമ്പു എന്ന് പറയുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. ഒരുപാട് നാടകങ്ങളും സിനിമയും നാടൻ പാട്ട് കേട്ട് വളരെ സജീവമായി നിൽക്കുന്ന തിരുവനന്തപുരത്ത് ശൈലജ അമ്പുവാണ് അത് എന്നോടൊപ്പം അഭിനയിച്ചത്. അവിടെ നന്നായി നേരത്തെ ഇത് കോളേജിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ഈ വേഷം ചെയ്യുന്ന താര എന്നുള്ള കുട്ടിയായിരുന്നു. താര വളരെ സീനിയർ ആർട്ടിസ്റ്റാണ്. ഒരുപാട് നാടകങ്ങൾ ചെയ്യുന്ന, സീരിയലൊക്കെ ചെയ്യുന്ന കുട്ടിയാണ്. അവരിപ്പോൾ പോണ്ടിച്ചേരിയിലാണ്. എൻ്റെ കോമ്പിനേഷൻ മുഴുവൻ താരയായിരുന്നു. ഈ അവാർഡുകൾ കിട്ടും എല്ലാം താരയായിരുന്നു എൻ്റെ കൂടെ അന്ന് കോളേജിൽ. അപ്പോൾ താരയ്ക്ക് എന്നോടൊപ്പം വീണ്ടും ഇത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പോണ്ടിച്ചേരിയും വേറെ ഫാമിലി കുറച്ച് അസൗകര്യങ്ങളുള്ളതുകൊണ്ട് പോണ്ടിച്ചേരി ഇങ്ങോട്ട് വരാനൊക്കെ വരാനുണ്ട്. ആണ് നമ്മൾ അടുത്ത ആരെ കൊണ്ട് ചെയ്യാം. അങ്ങനെയാണ് ശൈലജയെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. പിന്നെ ശൈലജ അപ്പം തന്നെ ഓക്കെ പറഞ്ഞു. ശൈലജ അസാധ്യമായി അത് പെർഫോം ചെയ്യും, നന്നായിട്ട് പെർഫോം. അപ്പോൾ അതുകൊണ്ട് ആ നാടകം വീണ്ടും ചെയ്യണമെന്ന് ഒരിക്കലും ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടത്. പ്രേക്ഷകർ പലരും കണ്ടിട്ടുണ്ടോയെന്ന് അറിയാം. NN പിള്ളയുടെ വളരെ പ്രസിദ്ധമായ നാടകമാണ് കുടുംബയോഗം. വളരെ നല്ലൊരു സന്ദേശം അല്ലേ, പൊതിഞ്ഞു പിടിച്ചൊരു സന്ദേശമാണ് അദ്ദേഹത്തിന്. വളരെ ടച്ചിങ് ആണ്. വളരെ റിയലി നമ്മളെ മനസ്സിനെ വല്ലാതെ ആർദ്രമാക്കുന്ന ഒരു സംഭവമാണ് NN പിള്ളയുടെ. വളരെ പ്രസിദ്ധമായ നാടകമാണ് ഈ കുടുംബയോഗം. എന്തായാലും പിന്നെ കഥാപ്രസംഗം ഈ ഒരു ഇടയ്ക്കൊരു കലാരൂപമായി സ്വീകരിച്ചില്ലേ? അതെ സാർ, കഥാപ്രസംഗം എനിക്ക് പണ്ട് മുതലേ കഥാപ്രസംഗം വളരെ, കാരണം കഥാപ്രസംഗം എന്ന് പറയുന്നത് അതിനകത്ത് ഒരു നടനുണ്ട്, പിന്നെ ഒരു ഗായകനുണ്ട്, അതെ അതെ അതെ, ഒരു പ്രഭാഷകനുണ്ട്, അതെ, എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഒരു കാതികൻ എന്ന് പറയുന്നത്. അതെ അതെ. സാമ്പസാറിൻ്റെ കഥകൾ നമ്മളിങ്ങനെ സാമ്പസാറിൻ്റെ ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കാസറ്റ് വഴി അദ്ദേഹത്തിൻ്റെ കേട്ട് 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 അതങ്ങനെ മനസ്സിൽ കിടക്കാണ്. അതെ അതെ. സാമ്പസാർ തന്നെയാണ് നമ്മുടെ ഒരു ഗുരു. മനസ്സിൽ ഈ കഥാപ്രസംഗം ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ അക്കാഡമിയിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദുർമോഹം ഉണ്ടായി. എനിക്ക് പെട്ടെന്ന് ഒരു കലാപ്രതിഭ ആകാൻ പറ്റുമോ എന്ന് എൻ്റെ അടുത്ത ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ അവർ പിന്നെന്ത് ഈ ഇത്രയും മേഖലയുള്ളല്ലോ, നിനക്കൊരു കലാപ്രതിഭ കിട്ടാൻ സിമ്പിളായിട്ട് നടക്കും. അങ്ങനെ ഞാൻ ഒരു വർഷം ഇത്ര ഐറ്റത്തിൽ പങ്കെടുത്താൽ പ്രതിഭയിലേക്ക് വരും. ഞാൻ അന്ന് കഥാപ്രസംഗം, ഫാൻസി ഡ്രസ്സ്, മോണോ ആക്ട്, ഇങ്ങനെ വൈവിധ്യമാർന്ന 4 ഐറ്റത്തിൽ പങ്കെടുത്തു. അപ്പോൾ വളരെ കാശ് ഒരുപാട് മുടക്കി. അന്ന് സാധാരണ ജോലിയൊന്നുമില്ല. കിട്ടാവുന്ന പൈസ പരമാവധി കടം വാങ്ങിച്ച് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി, ലതീഷ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിലാണ് കഥാപ്രസംഗം. ഞങ്ങളെല്ലാവരും കൂടി ഇവിടുന്ന് അന്ന് ചേർത്തല വെച്ചാണ് കലോത്സവം. 3 ദിവസം അവിടെ സ്റ്റേ. അപ്പോൾ പോകുന്നവർക്ക് വരുമ്പോൾ എനിക്ക് വേണ്ടി വരുന്നവർക്കെല്ലാം ഭക്ഷണം സ്വാഭാവികം അങ്ങനെയാണല്ലോ, നമുക്ക് വേണ്ടിയില്ല വരുന്നത്. അപ്പോൾ വലിയ എക്സ്പെൻസീവ് ആയിരുന്നു. കലോത്സവം കഴിഞ്ഞ് അവസാനം ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ എന്തു പറയണം, ഒന്നിനു പോലും പ്രൈസില്ല. സെക്കൻഡ് പോയിട്ട് തേർഡ് പോലും കലാപ്രതിഭ എന്ന മോഹം അവിടെ പൊലിഞ്ഞു. അതാണ് ഞാൻ തന്നെ പറഞ്ഞത്, 2 സ്റ്റെപ്പ് മുമ്പോട്ട് വയ്ക്കുമ്പോൾ 3 സ്റ്റെപ്പ് പുറത്തോട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് പറ്റുന്ന പണിയല്ല. പിന്നെ ആ കടം വീട്ടാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഇതൊക്കെ വളരെ താല്പര്യമാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, ഈ കഥാപ്രസംഗിനെ പഠിച്ചാൽ പോരാ, പ്രൊഫഷണലായിട്ട് ഒരു കഥ അവതരിപ്പിക്കണം, കാതികൻ ഫുൾ ലെങ്ത് കഥ പറയണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ. എന്നാൽ പിന്നെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ ഒരു കഥ പറയണോ.
അങ്ങനെയാണ് ഞാൻ ഈ കഥാപ്രസംഗം അനീസ്യ 2 മണിക്കൂർ സാറിൻ്റെ അനീസ്യ എന്ന കഥ കംപ്ലീറ്റ് 2 മണിക്കൂർ പഠിച്ച് ഞാൻ അയലം ഉണ്ണി സാറിനെ പോയി കണ്ടു. ഉണ്ണിച്ചേട്ടനെ പോയി കണ്ടു. ഉണ്ണിച്ചേട്ടൻ ഈ പുതിയ കലാകാരികന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ല താല്പര്യമുള്ള മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ചെന്ന് പറഞ്ഞു ഞാനിങ്ങനെ ഒരു കഥ അപ്പോൾ ഒന്ന് കാണാൻ വരണം. പുള്ളി പറഞ്ഞു പിന്നെന്താ, പുള്ളിയുടെ തന്നെ ഓർക്കസ്ട്ര ടീമിനെ എനിക്ക് അറേഞ്ച് ചെയ്തു. അങ്ങനെ ആദ്യമായി ഞാൻ വേദി കയറുമ്പോൾ അദ്ദേഹം തന്നെ വേദിയിൽ ഞാൻ ക്ഷണിച്ച് വേദിയിൽ ഓഡിയൻസിനെ പുള്ളി പരിചയപ്പെടുത്തി. പുതിയതായിട്ടുള്ള കഥകനാണ്. ആദ്യ അവസാനം പുള്ളി കഥാപ്രസംഗം അദ്ദേഹം വൈഫും കൂടെ വന്നിരുന്ന് കഥ പൂർണ്ണമായി കണ്ട് അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊന്നും പറഞ്ഞു തന്ന് കൂടുതൽ പുതിയ കഥകൾ പ്രകാശിച്ച് ചെയ്യണം എന്ന് തന്നെ പറയും. ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണുമ്പോൾ ചോദിക്കും പുതിയ കഥയൊന്നും ആയെന്ന് ചോദിക്കും. അങ്ങനെ ഞാൻ പിന്നെ ഒഥല്ലോ ചെയ്തു, പിന്നെ പ്രേമശില്പി ചെയ്തു. അത് ശരി. കുറേ വേദികൾ. ഈ അടുത്ത കാലത്ത് ഞാൻ ചെമ്പഴന്തി അണിയൂർ ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ അങ്ങേ വർഷം ഞാൻ ഒഥല്ലോ. ഏതെങ്കിലും വലിയ ഓർമ്മയുണ്ടോ സ്വാമിസ്വിന്റെ കഥാപ്രസംഗം? ഈ പറഞ്ഞ പോലെ ഈ പാട്ട് പാടി കഥ പറയുന്ന രീതിയാണല്ലോ സർ. അതെ. അത് നമ്മുടെ ഒഥല്ലോയോട് മകളെ തട്ടിക്കൊണ്ടുപോയാൽ ദേഷ്യപ്പെട്ട് അച്ഛൻ രാജാവിനോട് പരാതി പറയുന്നൊരു പോർഷനുണ്ട്. അപ്പോൾ ഒഥല്ലോ പറയും അങ്ങയുടെ മകൾ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, ഞാൻ എൻ്റെ കഥ കേൾക്കാൻ അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം എന്നെ വീട്ടിലേക്ക് വിളിച്ചെല്ലാനായിട്ട് തമ്പുരാൻ രാജാവ് ക്ഷണിക്കുന്നതായിട്ട് ഭൃത്യൻ വന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ അങ്ങോട്ട് അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ വാതിൽ തുറന്ന് അങ്ങയുടെ പുത്രിയാണ് ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഈ കഥ മുഴുവൻ പറഞ്ഞപ്പോൾ കണ്ണീരണിഞ്ഞുകൊണ്ട് അവൾ എന്നോട് പറയുകയാണ്, അങ്ങതെന്നോ മനത്തോഴനൊരാളവൻ എന്നിലനുരക്തനാവുമെങ്കിൽ എന്നനുരാഗം കൊതിക്കുമെങ്കിൽ അഭ്യസിപ്പിക്കുക തോഴനെ ഈ വിധം ഹൃദ്യമായ ആത്മകഥ പറയാൻ. അഭ്യസിപ്പിക്കുക തോഴനെ ഈ വിധം ഹൃദ്യമായ ആത്മകഥ പറയാൻ. അങ്ങതെന്നോ മനത്തോഴനൊരാളവൻ എന്നിലനുരക്തൻ ആവുമെങ്കിൽ എന്നനുരാഗം കൊതിക്കുമെങ്കിൽ. ഒരു പ്രായമായ പെണ്ണ് എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയണമെങ്കിൽ അവൾ എന്നെ സ്നേഹിക്കുന്നു എന്നല്ലാതെ മറ്റെന്താണ് അർത്ഥം പ്രഭോ? ഇതാണ് ചോദിക്കുക. അവളുടെ പ്രണയം പറയുന്ന ഭാഗമാണ്. അപ്പം അങ്ങനെ പാട്ടും കഥയുമായിട്ട് വലിയ വിജയമായിരുന്നു. ഉത്സവപ്പറമ്പിൽ 2 മണിക്കൂർ നിന്ന് പോകുന്നതാണ്. പക്ഷെ ഞാനിത് പ്രൊഫഷണലായിട്ട് ഇതൊന്നും ഞാൻ കൊണ്ട് നടക്കുന്നില്ല സർ. ഞാനത് എനിക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും എൻ്റെ സുഹൃത്തുക്കൾ ഒരു ഉത്സവം കളിക്കുമ്പോൾ ചോദിക്കുമ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഒരു പാഷന് വേണ്ടി മാത്രമാണ് ഞാൻ കഥാപ്രസംഗം ചെയ്യുന്നത്. അതിൽ പ്രൊഫഷണലായിട്ട് ഞാനിത് ഇതുവരെയും കഥാപ്രസംഗം അങ്ങനെ പറയുന്നില്ല. അതിപ്പം ചാക്യാർ കൂത്തായാലും ഓട്ടംതുള്ളായാലും എല്ലാം എൻ്റെ ഒരു പാഷൻ. എനിക്ക് ആ ഒരു ഇടത്ത് ചെയ്യണം തോന്നുമ്പോൾ ഞാൻ ആ വേദി കിട്ടുകയാണെങ്കിൽ ചെയ്യുന്നു. അങ്ങനെയാണ്. അതെ. അപ്പോൾ ചുരുക്കത്തിൽ തുണ്ടത്തിൽ മാധവവിലാസ സ്കൂളിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ആരംഭിച്ചത് നമ്മുടെ കലാജീവിതം അല്ലേ? തീർച്ചയായും. അത് കഴിഞ്ഞ് പിന്നെ വ്യത്യസ്ത കലാരൂപങ്ങൾ നമ്മൾ കൈവച്ചു. ഓട്ടംതുള്ളൽ വെച്ചു, ചാക്യാർ കൂത്തു, കഥാപ്രസംഗം വന്നു, നാടകം വന്നു, ടെലിഫിലിം വന്നു, പിന്നെ ആഡ് ഫിലിംസ് വന്നു അല്ലേ? ഇതിനിടയിൽ എനിക്ക് തോന്നുന്നു ഈ കോവിഡ് കാലത്ത് നിങ്ങളിപ്പം ശിവാർത്ഥിയുടെ നാടക വായന വെച്ചു, അത് വലിയ വിജയമായി. അതോടൊപ്പം തന്നെ മൊബൈൽ ബേസ് ചെയ്തിട്ട് എന്തോ ഒരു സാധനം ചെയ്തിരുന്നു. അതെ സാർ, അതും ഈ കോവിഡ് മൊബൈൽ സിനിമ. അത് ഈ കോവിഡ് സമയത്ത് ടോട്ടൽ ലോക്ക്ഡൗൺ ആയല്ലോ. അതെ. അപ്പോൾ ആ സമയത്ത് വീട്ടിലിരിക്കുമ്പോൾ എനിക്കൊരു ആശയം തോന്നി, നമുക്ക് എല്ലാ ബന്ധുക്കളെല്ലാവരും വളരെ ഇതായിട്ടും മാനസികമായി ഒന്നും ചെയ്യാനില്ല, ലോക്ക്ഡായിരിക്കുന്ന സമയത്ത് നമുക്ക് ക്രിയേറ്റീവായി എന്ത് ചെയ്യാം. നമുക്കൊരു ഫാമിലി ഗ്രൂപ്പുണ്ട്, ഞങ്ങളുടെ അപ്പൻ്റെ പേര് തന്നെ ഗിർളശങ്കരപ്പിള്ള എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ പേര് ഗ്രൂപ്പ് ഓഫ് കുടുംബ കൂട്ടായ്മയുണ്ട്. ഒരു 100-100ഓളം പേരടങ്ങുന്ന കുടുംബക്കാരുണ്ട്. അപ്പം ഞാനൊരു ദിവസം ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി. അകത്ത് എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അകത്തും പുറത്തുമായി പല സ്ഥലത്ത് താമസിക്കുന്ന ആളുകളെ അതിനകത്ത് കഥാപാത്രങ്ങളാക്കി. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പലരും സ്റ്റേജും നാടകമൊന്നും ചെയ്യുന്നവരല്ല, ഒരു പരിചയമുള്ളവർ അതിനകത്തുണ്ട്. അപ്പം ഞാൻ പക്ഷേ ഈ കാര്യം പറയുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു താല്പര്യം വന്നു. ഇന്ന വേഷം ഇന്നതുപോലെ ഞാൻ മൊബൈലിൽ പകർത്തി എന്നെ ഏൽപ്പിക്കണം. ഞാൻ പറയുന്ന ആംഗിളിൽ ഷൂട്ട് ചെയ്ത് നിങ്ങൾ ഇന്ന ഡയലോഗ് പറഞ്ഞ് ഇന്ന ഭാഗത്തേക്ക് നോക്കി ഇന്ന കോസ്റ്റ്യൂം ഇട്ട് ഇന്നതുപോലെ ചെയ്ത് എനിക്ക് അയച്ചു തരിക. അങ്ങനെ ഓരോരുത്തരെയും ഫോണിൽ പഠിപ്പിച്ചു, എൻ്റെ അമ്മ ഉൾപ്പെടെ.
അത് ശരി. അത് എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ അവരവരുടെ സ്ഥലത്തിരുന്ന് കേരളത്തിനകത്തുണ്ട് പുറത്തുണ്ട് പല സ്ഥലങ്ങളുണ്ട് അവരുടെ സ്വന്തം മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത് എനിക്ക് അയച്ചു തന്നു. ഇതെല്ലാം കൂടി അവസാനം എഡിറ്റ് ചെയ്ത് ഒരു ലോക്ക്ഡൗൺ പ്രണയകഥ 15 മിനിറ്റ് 12 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു കുഞ്ഞു ഫിലിം അത് ഞാൻ പിന്നീട് റിലീസ് കാണുമ്പോഴാണ് അവരെല്ലാം അത്ഭുതപ്പെടുന്നത്. ഇതാരാ, എന്ത് വേഷമാണ് ചെയ്തതെന്ന്, എന്താണെന്നും കഥ എന്താണെന്നും ഒക്കെ അറിയുന്നപ്പോഴാണ് എല്ലാം ഞാൻ ആരോടാണ് ഡയലോഗ് പറഞ്ഞതെന്നൊക്കെ അവർ അറിയുന്നത് അന്നേരമാണ്. പിന്നീട് അത് മുൻനിര ചാനലുകൾ 24 അടക്കമുള്ള ചാനലുകളിൽ ഇത് അത് ശരി പിന്നെ വാർത്തകളിലൊക്കെ പരാമർശിക്കുകയും ഒരു പുതിയ സംരംഭമായിട്ട് ഇത് അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. ഒരുപാട് പിന്നെ ആൾക്കാർ ഇത് കാണുകയും അത് ശരി നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ കിടപ്പുണ്ട്. അങ്ങനെ ഒരു സംരംഭം ഉണ്ടായിരുന്നു. ഒരു ഇന്നോവേഷൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഒരു പുതുമ, അത് വേറിട്ടൊരു കാഴ്ചപ്പാട്. അങ്ങനെ ഒരു ഇതെപ്പോഴും ചിന്തിക്കുക. കലാകാരന്മാർക്ക് പൊതുവേ ഉണ്ട്. നമ്മൾ ഒരു സ്ഥായിയായ ഒരു രീതിയിൽ നിന്നുപോയാൽ നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ ക്രിയേറ്റീവായി പുതിയ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണല്ലോ നമുക്ക് പുതിയ കാൽവയ്പുകൾ ഉണ്ടാകും. അപ്പം അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത്തരം പുതിയ സംരംഭങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കാറുണ്ട്. എന്തായാലും ഇത്രയും മേഖലകൾ കടന്നു വന്ന പ്രകാശനത്താണ് ഞങ്ങളുടെ റേഡിയോയ്ക്ക് വേണ്ടി ലോക നാടക ദിനത്തിൽ അതിഥിയായി കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ റേഡിയോ നാടക ദിനം ഗൾഫ് രാജ്യത്തുള്ള പ്രേക്ഷകരെ അല്ലെങ്കിൽ ഗൾഫ് രാജ്യത്തുള്ള കലാസ്നേഹികളെ പരിചയപ്പെടുത്തിയത് പ്രവാസി ഭാരതിയാണ്. അവിടെ നിന്ന് ലോക നാടക ദിനമൊന്നും അങ്ങനെ ഒരു റേഡിയോ അല്ലെങ്കിൽ ഒരു സംഘടനയൊന്നും ആചരിച്ചിട്ട് ഞങ്ങളാണ് അവിടെ നാടക ഗാനമേള ഒക്കെ സംഘടിപ്പിക്കുക, ലോക നാടക ദിനത്തിന് നാടകത്തെക്കുറിച്ചുള്ള ചർച്ച സംഘടിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഇന്നിപ്പോൾ ലോക നാടക ദിനത്തിൽ താങ്കൾ സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്കത് ഉപസംഹരിക്കാം. സിനിമയാണ് ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ചുവടുവയ്പ് എന്തെങ്കിലും ആരംഭിച്ചിട്ടുണ്ടോ? സിനിമ സാർ ഒരു കാര്യം കൂടി പറഞ്ഞു അതിലേക്ക് വരാം. എൻ്റെ ഈ ജീവിതത്തിൽ 25 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു അഭിമുഖമാണിത്. അത് ശരി. ദൂരദർശൻ മാത്രമുള്ള സമയത്ത് അന്ന് ഹലോ ക്യാമ്പസ് എന്ന പേരിലൊരു എപ്പിസോഡ് എൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടി റജീസൈൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ചെയ്യുന്നിരുന്നു. അതിനകത്തൊരു എപ്പിസോഡിൽ ഞാനന്ന് യൂണിവേഴ്സിറ്റിയിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് മേടിച്ച് നിൽക്കുന്ന സമയം അപ്കമിങ് ആർട്ടിസ്റ്റ് എന്ന പേരിൽ 2 പേരെ പരിചയപ്പെടുത്തിയിരുന്നു. ദൂരദർശനിൽ ഒരു എപ്പിസോഡിൽ 2 പേരെ പരിചയപ്പെടും. ഒന്ന് ബാലഭാസ്കറായിരുന്നു, ഒന്ന് ഞാനായിരുന്നു. അത് ശരി, പ്രകാശായിരുന്നു. അന്ന് അതാണ് എൻ്റെ ഓർമ്മയിലുള്ള ഒരു അഭിമുഖം. അത് ശരി. ഞാൻ എന്നെക്കുറിച്ച് വിവരിക്കാൻ കിട്ടുന്നൊരവസരം 25 വർഷത്തിന് ശേഷമാണ് ഞാൻ പിന്നെ ഒരു അഭിമുഖം എനിക്ക് കിട്ടുന്നത്. സന്തോഷം, അതൊരു വളരെ എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യം. എനിക്ക് വളരെ സന്തോഷമാണ് കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി അദ്ദേഹം വ്യത്യസ്ത മേഖലകളിൽ മുദ്ര പതിപ്പിക്കുകയും എന്നിപ്പോൾ അറിയപ്പെടുന്നൊരു നടനായി, സംവിധായകനായി, എഴുത്തുകാരനായി നമ്മുടെ സാംസ്കാരിക രംഗത്ത് വിരാജിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ നാടകം കണ്ടതോടുകൂടിയാണ് ഞാൻ നിങ്ങളെ തന്നെ ലോക നാടക ദിനത്തിന് അതിഥിയായി വരുന്നത്. ഒരുപാട് പേര് വളരെ പ്രമുഖരായിട്ടുള്ളത് ഞങ്ങളുടെ അധ്യാപനം സതീഷ് സംഗമൊക്കെ വന്നിട്ടുണ്ട്, അലിയാർ സാറ് വന്നിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് നടന്മാർ നമ്മൾ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി എന്നുള്ള നിലയ്ക്ക് ലോക നാടക ദിനത്തിൽ അതിഥിയെ കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹിക്കും. എനിക്ക് പ്രവാസി ഭാരതിക്കും വളരെ സന്തോഷമുണ്ട്. പക്ഷേ സിനിമയിലേക്കുള്ള ചുവടുവയ്പ്പിൻ്റെ എന്തെങ്കിലും സിനിമയുടെ ചുവടുവയ്പ്പ് നമ്മൾ ഒരു സിനിമയുടെ 2 പൂർണ്ണമായ സ്ക്രിപ്റ്റ് ഞാൻ പൂർത്തിയാക്കി എൻ്റെ കൈവശമുണ്ട്. പൂർണ്ണമായ ഒരു സിനിമ ചെയ്യണമെന്ന ആഗ്രഹം കിടപ്പുണ്ട്. 2019 ഏറ്റവും ഒടുവിൽ ഒരു സിനിമ ചെയ്യാനൊരു പ്രൊഡ്യൂസർ തയ്യാറാവുകയും അദ്ദേഹം തിരുവനന്തപുരത്ത് PMGയിൽ പ്രശാന്ത് ഹോട്ടലിൽ ഒരു ഈവൻറ്റിൽ അത് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യുകയും ചെയ്തു. 2020 ജൂണിൽ ഷൂട്ട് തുടങ്ങത്തെ കൊണ്ടം പ്രകാശിൻ്റെ ഒരു ഫിലിം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു അനൗൺസ് വരെ ചെയ്തു. പക്ഷേ എൻ്റെ സമയമോശം കൊണ്ടായിരിക്കും കോവിഡ് അതിനുശേഷം വന്ന് വരികയും അത് ബാംഗ്ലൂരിലുള്ളൊരു ബിസിനസ്സുകാരനെ പ്രോജക്റ്റ് നിന്നുപോവുകയും ചെയ്തു. അതാണ് ഞാൻ എപ്പോഴും സാറിന് പറഞ്ഞത്, എനിക്ക് എപ്പോഴും ഈ 1-2 അടി ബാക്ക് വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ പ്രതീക്ഷയ്ക്ക് കയറുന്നുണ്ടല്ലോ, ഞാൻ വിടാതെ തന്നെ ഇറങ്ങുന്നുണ്ട്. അല്ല, ഒരു ടെലിഫിലിം കൂടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പോലും പറ്റാതിരുന്നു. പക്ഷേ അടുത്ത ടെലിഫിലിമിന് സംസ്ഥാന അവാർഡ് വന്നില്ലേ? അങ്ങനെ ഒരു ഇത് അനുഗ്രഹം വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടൊരു സിനിമ ചെയ്യാന്നൊരു അതിയായ മോഹം മനസ്സിലുണ്ടാവും, സാധിക്കും. അത് അഭിനയിക്കാനാണെങ്കിൽ ഏതായാലും ആ മേഖലയിൽ ഒരു മൈൽ സ്റ്റോൺ എത്തപ്പെടുക എന്നുള്ള ഒരു ടാർഗറ്റ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ചെയ്യാനുള്ള ഒരു ഷോർട്ട് ഫിലിം, ആഭ എന്ന പേരിലൊരു ഷോർട്ട് ഫിലിം ഇപ്പോൾ റീസെൻ്റായിട്ട് ചെയ്യാൻ പോകുന്നു. പിന്നെ ഒരു ആർട്ട് ഫിലിം 2 ചെയ്യാറുണ്ട്. പിന്നെ തിരുവനന്തപുരം പ്രസ് ക്ലബിനും വേണ്ടിയിട്ടൊരു ഫിലിം ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്, അതിപ്പോൾ റിലീസാകാൻ പോകുന്നു. പിന്നെ ഡോക്ടർ ജനാർദ്ദൻ്റെ ഒരു ടെലിഫിലിം, അദ്ദേഹം വർഷം ശേഷം ഒരു സിനിമ, ആ ടെലിഫിലിമിലാണ് തുടങ്ങിയെങ്കിലും പിന്നെ സിനിമയായിട്ട് മാറി, കാൽപ്പാടുകൾ. അതിനകത്ത് എന്നെ വേഷം ചെയ്യാൻ വിളിച്ചിരുന്നു, വേഷം ചെയ്തു, അതിപ്പോൾ റിലീസാകാനായിട്ടുണ്ട്. അത് ശരി.
അത് അങ്ങനെ ഈ രംഗത്ത് വളരെ സജീവമായിട്ട് കമ്മിങ് ഇവൻറ്റ്സ് ധാരാളം ഉണ്ട്. മാത്രമല്ല എൻ്റെ ചുറ്റും നിൽക്കുന്നത് ഈ പറഞ്ഞ ഈ ഡോക്ടർ ജനാർദ്ദനൻ, അഖിലേഷ്, ജോബി ചേട്ടൻ, BT അനിൽകുമാർ, ഇങ്ങനെ ഒരു വലിയ സൗഹൃദം നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെല്ലാം നമ്മൾ ചേർത്ത് പിടിക്കും എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ നമുക്ക് ഈ മേഖലയിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഉറച്ച വിശ്വാസമാണ്. പ്രകാശ്, നമ്മുടെ ഇപ്പോൾ ഈ ഒരു അഭിമുഖം അവസാനിപ്പിക്കുന്നതിന് ഒരു കാര്യം എനിക്ക് താങ്കളോട് നിർദ്ദേശിക്കാനുള്ളത്, ഞാൻ കണ്ട നാടകം, താങ്കളുടെ നാടകത്തിൽ കുടുംബയോഗ നാടകം, അനൻപിള്ളയുടെ കുടുംബയോഗ നാടകത്തിൽ 80 വയസ്സുള്ളൊരു വൃദ്ധൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. മക്കളെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു വൃദ്ധൻ്റെ മാനസിക വ്യാപാരത്തിലൂടെയാണ് കഥാപാത്രങ്ങൾ അല്ല ഞങ്ങളുടെ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. അതിൽ ആ സംഭാഷണം ഓർമ്മയുണ്ടോ? അതൊന്ന് പറയാമോ? 99 വെള്ളപ്പൊക്കത്തിൽ ഞാൻ വലിയ പള്ളിയുടെ കുടുംബയ്ക്ക് കുരിശുറപ്പിക്കുകയായിരുന്നു. അവളും പിള്ളേരും അക്കരെ ഒരു കൊതുമ്പ് വെള്ളത്തിൽ കയറി അപ്പച്ചൻ കുരിശുറപ്പിക്കുന്ന കാണാൻ അവളും പിള്ളേരും ഇങ്ങോട്ട് തുഴഞ്ഞു. കലങ്ങി മറിയുന്ന ആ മലവെള്ളം, പക്ഷേ ആ വെള്ളം ഇക്കരെ എത്തിയില്ല. അടുത്ത കൊല്ലം വരുമായിരിക്കും. മണിമലയാറ് ഇപ്പോഴും ഒഴുകുക. അടുത്ത കൊല്ലം വരുമായിരിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ ക്ലൈമാക്സ് പോകുന്നത്. വളരെ ഭംഗിയായി തന്നെ ഈ കഥാപാത്രത്തെ പ്രകാശോടെ വേദിയിൽ അവതരിപ്പിച്ചു. കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകരുടെയും ഹൃദയത്തിലേക്ക് വാസ്തവത്തിൽ നൊമ്പരത്തിൻ്റെ ഒരു വലിയൊരു ആഴത്തിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോയത്. വളരെ ഭംഗിയായി തന്നെ ആ ഡയലോഗ് കൂടെ പറയുകയും ചെയ്തു. എന്തായാലും ഒരു അഭിമുഖം ഈ ലോക നാടക ദിനത്തിൽ നല്ലൊരു നടൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ചില സംഭാവനകളും നിങ്ങൾ കടന്നു വന്ന വഴികളൊക്കെ വിവരിച്ചതിന് വളരെയധികം നന്ദി. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു സർ. താങ്ക് യു.